ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ എങ്ങടെ പോകണമെന്ന് വെച്ചാൽ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ വീട്ടിൽ നിന്ന്. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റില്ല, അത്ര തിരക്കായിപ്പോയി. ഉഷിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഊസി എന്ന് പറയും. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഊസി എന്ന് വിളിക്കണത്? വിളിപ്പേരാണത് കേട്ടോ. ശരിക്കും പേര് ഷിഹാബ് എന്നാണ്. ഇതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഭാഗം എവിടെയെന്ന് വെച്ചാൽ എറണാകുളം ചെറായി ബീച്ചാണ് കേട്ടോ. എന്താ വൈബ് എന്നറിയോ? കടൽ അതുണ്ടോ, പിന്നെ കായലിൽ കൂടെ ബോട്ട് പോണതാണ്. അത് മിന്നാമിനിയുടെ വെളിച്ചത്തിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഇതിലത് അത്ര ക്ലിയർ അല്ല. പിന്നെ എന്താ പറയുക, ഊസിക്കാൻ്റെ വീട്ടിൽ വണ്ടി നോക്കാൻ പോയതായിരുന്നു രാവിലെ. ഗുരുവായൂരായിരുന്നു വീട് കേട്ടോ. പിന്നെ ഗുരുവായൂർ വരെ വന്നിട്ട് എറണാകുളത്ത് നിന്നുള്ള മനുവിനെ കാണാതെ പോകുമോ എങ്ങനെ? അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്താ പറയുക, 6 മണിയൊക്കെ ആയി. ഇത് നോക്ക്, ചെറായി ബീച്ചിൻ്റെ അടുത്തുള്ള ഹോട്ടലുകളാണ് കേട്ടോ. എന്താ വൈബ് എന്നറിയോ? ഇത് വന്നാലേ, ഞാൻ പറയണേക്കാളും ഇത് വന്നാലേ എനിക്കിത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അത്ര ഭംഗിയുണ്ട്. ഓരോ റെസ്റ്റോറൻറ്റും നല്ല ഭംഗിയുണ്ട്. നല്ല എന്താ പറയുക, മീനിൻ്റെയൊക്കെ നല്ല പൊരിച്ച മണമൊക്കെ ഇങ്ങനെ കേൾക്കും. അയ്യോ, ആസ്വദിക്കണം ഞാൻ. നല്ല കാറ്റും ആഹാ. പിന്നെ ഊസിക്കാൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി നോക്കാൻ വന്നതാണ്. പക്ഷേ ഊസിക്കില്ലാത്തത് കാരണം വണ്ടി തുറയണില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഈ ശിവേട്ടൻ്റെ കട അവിടെ നിർത്താൻ പറഞ്ഞു. അവിടെ കുറച്ചൊക്കെ വണ്ടികളൊക്കെ കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ അറിഞ്ഞു. ശിവേട്ടൻ്റെ കടയിൽ നിന്ന് കേട്ടോ. ചെറായി ബീച്ചിലെ അവിടെയാണ് ഈ കട. അങ്ങനെ നമ്മൾ ശിവേട്ടൻ്റെ കട, അങ്ങനെ കടയ്ക്ക് പോണു. നല്ല ഭംഗി, ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ആംബിയൻസ്, നല്ല ഭംഗി കാണാൻ കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ കയറിയപ്പോഴാണ് ഈ സാറിനെ കണ്ടത്. സാറും വൈഫുമാണിത്. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ, മന്ത്രിയായിട്ടൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിലിരുന്നിട്ട് ഞാനും റീനുമോളും പോയി ഫോട്ടോ എടുക്കലും റീനുമോൾ ഫോണിൽ കളിക്കുകയൊക്കെയാണ് കേട്ടോ. പിന്നെ സാറിൻ്റെ കൂടെയൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു. പുറത്തുള്ള വൈബൊക്കെ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്ര ഭംഗി. പിന്നെ ഇതിന് മേലെ തോണി പോലെ ഇരിക്കാൻ, ഷിപ്പ് പോലെ അതിലൊക്കെ ആളുകൾ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവരെ കണ്ടപ്പോൾ ഇവരെ അടുത്തുകൊണ്ട് വന്നിരുന്നു. പിന്നെ ഞങ്ങൾ ഓർഡർ ആക്കിയ ഫുഡൊക്കെ എത്തി. ഒന്നും പറയില്ല, എന്തോരം ടേസ്റ്റാണെന്നറിയോ. കപ്പ, പിന്നെ ഈ തലക്കറി ഞാൻ പറഞ്ഞ കേട്ടോ, അതിനാൽ ഞാൻ പെട്ടുടോ. അടിപൊളി ടേസ്റ്റും എരിവും പുളിയും. എന്തോ വറ്റയുടെ തലയാണ്, അങ്ങനെ എന്തോ പറഞ്ഞു, വറ്റ അങ്ങനെ അടിപൊളി. പിന്നെ കൂന്തലെത്തി, ചെമ്മീനെത്തി, ചിരട്ടപ്പുട്ടെത്തി, കപ്പ എത്തി, ചപ്പാത്തി എത്തി, അപ്പം എത്തി, കല്ലുമ്മക്കായ എത്തി. എടോ, ഷാപ്പിലേക്ക് അറിയുന്ന പോലെ എന്ത് ടേസ്റ്റാ. എൻ്റെ വായിക്കൂടെ എപ്പോഴും വെള്ളം വരുന്നു കേട്ടോ. ആര് എറണാകുളത്തേക്ക് വരികയാണെങ്കിലും ചെറായി ബീച്ചിൽ വരിക, ഈ ശിവേട്ടൻ്റെ കടയിൽ കയറുക, ഫുഡ് ഓർഡർ ചെയ്യുക, അടിക്കുക. എന്ത് സൂപ്പർ ഫുഡാണെന്നോ. ആ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും മനുവിൻ്റെ വിളി വന്നിട്ടോ. ലുലുവിലും മനു ഫ്രണ്ട്സൊക്കെ കാത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് നല്ല ചായ കേട്ടോ, കട്ടൻ നല്ല. ഞാൻ സുലൈമാനി കുടിച്ചത് എന്താണെന്ന് വെച്ചാൽ രാത്രിയല്ലേ, മിൻറ്റൊക്കെ ഇട്ടിട്ടുള്ള നല്ല സുലൈമാനി, ലെമണൊക്കെ ഒഴിച്ചിട്ട് കുടിച്ചത്. പക്ഷേ എനിക്ക് ലെമൺ ഒഴിച്ചിട്ടുള്ള സുലൈമാനി എനിക്ക് ഇഷ്ടമല്ല, അത്ര ഒന്നും ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൈയൊക്കെ കഴുകി റോഡ് ക്രോസ് ചെയ്ത് നമ്മളെ വണ്ടിയുടെ അവിടേക്ക് പോയി. പക്ഷേ ബീച്ചിലൊന്നും നമുക്ക് കറങ്ങാൻ സമയം കിട്ടിയില്ല. കാരണം വെച്ചാൽ മനു അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു. 11-11:30 ആകുമ്പോഴേക്കും ലുലു ക്ലോസ് ആക്കും. എവിടെ എത്തി വെച്ചിട്ട് മനു വിളിക്കന്നെ. നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതെന്ന് പറഞ്ഞു. മനുവിന് ഇനി ഞങ്ങൾ ചെന്ന് പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ലുലു എത്തി. മനുവും ഫ്രണ്ട്സും ഇവിടെ കാത്ത് നിൽക്കുന്നു കേട്ടോ. മനുവിൻ്റെ ഇതാണ് ഡിറ്റോയും അമറും, ഈ 2 കുട്ടികൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ട് കേട്ടോ. അങ്ങനെ അതാണ്ടോ ഇവർ 2 പേരും. മനു എന്തൊക്കെയോ കോമഡിനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. ലുലുവിൽ നല്ല തിരക്കാടോ. അപ്പോൾ നല്ല ഓഫറും ഉണ്ട്. അതായത് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് നല്ല ഓഫറുണ്ട്. അങ്ങനെ ഞാനും റിനുമോളും എന്താ പറയുക, ഓരോ ജ്യൂസ് ഒക്കെ എടുത്തു, കുപ്പികളൊക്കെ ഗ്രേപ്പ് എടുത്തു, കുറേ എടുത്തു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ ലാമ്പാണ് കേട്ടോ. ആടിൻ്റെ എല്ലാ സംഭവങ്ങളും വേറെ വേറെ പോർഷനാക്കി വെച്ചിട്ടുണ്ട്. കാണാനും ഭംഗി. അത് എത്ര ആൾ വാങ്ങി പോകണമെന്നറിയോ. നമുക്ക് പിന്നെ അത്രയും അങ്ങോട്ട് എത്തണ്ടേ പറഞ്ഞു. പിന്നെ വേണ്ടാന്ന് വെച്ചു. പക്ഷെ പറഞ്ഞു വേണമെങ്കിൽ വാങ്ങിയോ, ഞാൻ വേണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അത്രയും ദൂരം എത്തി നട്ടപ്പാതിരാക്കി പിന്നെ അത് പിറ്റേ ദിവസമല്ലേ നമ്മളത് കറി വെക്കണത്. അപ്പോഴേക്കപ്പളെ വെക്കുമ്പോഴൊക്കെയാണ് നമുക്ക് വാങ്ങിയിട്ട് പോവുക. ഇതിപ്പോൾ അതല്ലല്ലോ, രാത്രി നമ്മൾ തിരിച്ച് ഇനിയിപ്പോൾ അങ്ങനെ തന്നെ പോവില്ലേ.
അങ്ങനെയൊക്കെ എന്തായാലും ശരി. ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മസാല ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കൊണ്ടുപോയി പൊരിച്ചാൽ മതി. ഇത് ഫിഷ് കേട്ടോ, ഫിഷ് ഐറ്റംസ് ഉണ്ട്, മീൻ ഐറ്റംസ് ഉണ്ട്, എന്താ പറയുക ബീഫിൻ്റെ ഐറ്റംസ് ഉണ്ട്. എല്ലാം വേറെ വേറെ ഇങ്ങനെ ബാക്കി ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ബ്രെയിനൊക്കെ അങ്ങനെയൊക്കെ ഓരോന്ന്. പിന്നെ ഫ്രൂട്ട്സുകൾ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ നരകത്തിലത്തെ കോഴിയും എടുത്തു. ഷവായിക്കൊക്കെ ഞാൻ അതാ പറയുക, നരകത്തിലത്തെ കോഴിന്ന്. മനു കഴിക്കാനുള്ള ഫുഡൊക്കെ ഇവിടുന്ന് മനുവും കൂട്ടുകാരൊക്കെ സെലക്ട് ചെയ്തെടുത്തു. പിന്നെ എന്താ പറയുക ഫ്രൂട്ട്സുകൾ എടുത്തു. അതിൻ്റെ ഇടയിൽ ആഷിമോൻ അവൻ്റെ വണ്ടിയെക്കുറിച്ച് പറയുകയാണ്, ആഷിമോന് പോണത് പറയുകയാണ്. ആഷിമോൻ 27-ാം തീയതി പോവും അത് പറഞ്ഞു. പിന്നെ ആഷിമോൻ എന്തോ ഒരു ടെൻഷനുള്ള പോലെ ഉണ്ട്. എൻ്റെ ബുഷിനൊരു വിഷമമുണ്ട്, മനുവിനൊരു വിഷമമില്ല. ഇല്ല. പക്ഷെ മനു അത് കാട്ടില്ല. ഇതാണ് ടിറ്റോ. ഇനിയിപ്പോൾ എവിടെ അമർ എവിടെ? ഇതാണ് അമർ. പൊളിക്കണം അമർ നമുക്കിത്. ഓക്കെ, എന്തായാലും ശരി. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാന്ന് അമർ തമ്പടിച്ച് കാട്ടി. അപ്പോഴാണ് നമ്മളെ വീണ്ടും വിളി വന്നത്. ബുഷിൻ്റെ എന്താ പറയുക കൂട്ടുകാരനും വൈഫും മക്കളും ലുലുലും ഉണ്ടെന്ന്. ഇത് സുനീറ, ഫിദാപ്പു, ഫീനാപ്പു. എന്തായാലും ഇവരോടൊക്കെ സംസാരിച്ചിട്ട് വീണ്ടും നമ്മൾ കറങ്ങാൻ പോവില്ല കേട്ടോ. ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ കാണാൻ പോയി. പറ്റിയ എടുക്കാറിട്ട് റിനിമോൾ ഇവിടുന്ന് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. അങ്ങനെ അതാ മനുവും കൂട്ടുകാരും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ബുഷ് ബില്ല് പേ ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മനു എന്താ പറയുക പോക്കറ്റ് മണി ചോദിച്ച് നിൽക്കണേ. ബുഷ് പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട്. ആഷിമോൻ ഇതൊന്നും ഞാൻ എന്താ പറയുക രാമനാരായണ പറഞ്ഞിട്ട് ആഷിമോൻ ഇപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനുവിനെ യാത്രയാക്കിയിട്ട് ഞങ്ങൾ പോവുകയാണ്. നമ്മുടെ കാറ് BS-ലാണ് വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് കാറ് തിരഞ്ഞു പോയി. ഇതാ നമ്മുടെ കാറ് കണ്ടു. അങ്ങനെ ഇതാ നമ്മൾ വണ്ടി കയറി ഇനി തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. സമയം ഒരുപാടായിടോ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ടാറ്റ ബൈ ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. പിന്നെ ചെയ്തില്ലാത്ത ഉപകാരമില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടോ. ഓക്കെ, അപ്പോൾ ഇനി നാളെ കാണാം. ബൈ ബൈ.